മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. മുട്ടിൽ മരംമുറി കേസിലെ പ്രതികളുടെ അപ്പീൽ തള്ളിയ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി. തടികൾ സർക്കാരിൻ്റേത് അല്ല എന്ന് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞില്ലെന്നും കോടതി. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണമുണ്ടെന്ന് കേൾക്കാം. അതിലൊരു കാര്യമാണ്, സർക്കാർ ഉത്തരവും ഈ ദുർവ്യാഖ്യാനം ചെയ്തിട്ട്, ഉത്തരവ് എന്ന് പറഞ്ഞാൽ ആക്ടിൻ്റെ മുകളിലേക്ക് ഒരിക്കലും പോകില്ല. കേരള ഫോറസ്റ്റ് ആക്ട് ആണ് ഇതിൽ നിലനിൽക്കുക. അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പ്രതികൾ മരം മുറിച്ച് മാറ്റുക എന്ന് പറയുന്നതിന് കോടതി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് നടക്കില്ല എന്ന് തന്നെയാണ്. മറികടക്കാൻ യാതൊരു തെളിവും അവർക്ക് കൊണ്ടുകൊണ്ടില്ല. ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ എല്ലാ നോട്ടീസും കൊടുത്ത് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് അന്നത്തെ DFO ആയിട്ടുള്ള സജ്ജന കോൺസിഫിക്കേഷൻ ഓർഡർ എഴുതിയിട്ടുള്ളത്. അതിൽ RFOൻ്റെ ഓർഡർ ഹരിലാൽ, നമ്മളെ കൽപ്പറ്റ ഹരിലാൽ അവർ കൊടുത്ത ആ ഒരു അന്വേഷണ റിപ്പോർട്ടും ഒക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടാണ് നമ്മൾ കോടതി കണ്ടെത്തിയത്. ദിസ് ഇസ് വിത്ത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇല്ല, അതും തെറ്റ് തന്നെയാണ്. പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്ക്, ആ പ്രോപ്പർട്ടി ലോഗോ മാർക്ക് അതിന് മുകളിൽ പതിക്കണം. അങ്ങനത്തെ ഒരു സംഗതി അവർക്ക് നിലവിൽ കൊടുത്തിട്ടില്ല. എല്ലാം സർക്കാർ തടികളാണ്. അത് അസൈൻ ചെയ്ത, നമ്മളെ പട്ടയത്തു നിന്ന് അസൈൻ ചെയ്തു പോയ ലാൻഡിൽ നിന്ന് പോയ ഈ വീട്ടി മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1995 റൂൾസ് അതിന് അപ്ലിക്കബിളാണ്. അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്നാണ് കോടതി കണ്ടെത്തിയത്. എം കമലാണ് ചേരുന്നത് വിവരങ്ങൾ നൽകാൻ. എം കമൽ, പ്രതികളുടെ എല്ലാ വാദങ്ങളും കോടതി തള്ളുന്ന സാഹചര്യമാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം വനം വകുപ്പിന്റെ എല്ലാ നടപടികളെയും ശരിവെച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഡീറ്റെയിൽസ്? പ്രജീഷ്, അതുതന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തടികൾ സർക്കാരിൻ്റേതാണെന്ന വനം വകുപ്പിൻ്റെ വാദം കോടതി അംഗീകരിച്ചു. മറിച്ച് തെളിയിക്കാൻ ഒരു കീറക്കടലാസ് പോലും കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ ഈ പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, അതുപോലെ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്ക് കഴിഞ്ഞില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതായത് ഈ മരങ്ങൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ ഈ സഹോദരങ്ങൾ കൊടുത്ത അപ്പീലിലുള്ള വിധിയാണിത്. ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത തടികൾ വനം വകുപ്പ് സൗത്ത് വയനാട് DFO കണ്ടുകെട്ടിയിരുന്നു. അതിനെതിരായ അപ്പീലിലാണ് വയനാട് ജില്ലാ അഡീഷണൽ കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ വനസമ്പത്ത് വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാർ ഉത്തരവ് ഏതെങ്കിലും വ്യക്തികൾ, ഉത്തരവോ സർക്കുലറോ ഏതെങ്കിലും വ്യക്തികൾ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നാൽ ഈ നിലവിലുള്ള നിയമത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് കോടതി എടുത്തു പറയുന്നു. അതായത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഇറക്കിയ ഒരു വിവാദ ഉത്തരവിൻ്റെ മറവിലാണ് ഈ മുട്ടിൽ മരമുറി നടന്നത്. അതിനെ തന്നെയാണ് പരോക്ഷമായി കോടതി പരാമർശിച്ചിരിക്കുന്നത്. അതായത് ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ഒരു സർക്കുലറും ഉത്തരവും പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നാൽ നിലവിലുള്ള നിയമത്തെ മറികടന്ന് വനസമ്പത്ത് കൊള്ളയടിക്കാൻ അനുവദിക്കാനാകില്ല എന്ന കൽപ്പറ്റ അഡീഷണൽ കോടതി, ജില്ലാ കോടതി വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഈ പ്രതികൾ വാദിച്ചത് അവർക്ക് മരക്കച്ചവടത്തിന്, തടിക്കച്ചവടത്തിനുള്ള പ്രോപ്പർട്ടി മാർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള ലൈസൻസ് ഉണ്ടെന്നായിരുന്നു. അതിൻ്റെ ഒരു രേഖകളും കോടതിയിൽ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുന്നു. മറ്റൊന്ന്, ഈ മരങ്ങൾ സർക്കാരിൻ്റെ ഇതല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ ഒരു കേസിൽ പ്രതികളുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഈ പിടിച്ചെടുത്ത വനവിഭവങ്ങൾ അത് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രതികൾക്കാണ്. അതിനുവേണ്ടി ഒരു കടലാസും പ്രതികൾക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. പ്രജീഷ്, ബിനിൽ, ഇതിൽ കബളിപ്പിക്കൽ, വഞ്ചന, പിന്നീട് ഈ വനം വകുപ്പിന്റെ ആക്ട് ആസൂത്രിതമായിട്ടുള്ള, അതായത് കോൺസ്പിറസി അടക്കം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വകുപ്പുകൾ ഉള്ള ഒരു കേസാണ്. ആ കേസിലെ വളരെ ലാഘവത്തോടു കൂടി അതിലെ ഈ വനം വകുപ്പിൻ്റെ നടപടികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി, ആ ഹർജിയിൽ മേലാണ് വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒരു ഇടപെടലും ഈ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതിക്കൂട്ടിലേക്ക് ആകുന്നുണ്ട്? കാരണം ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. കുറ്റപത്രമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ സംശയങ്ങളും ഒക്കെ തന്നെ ദുരൂഹതകളും, എന്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നില്ല എന്നടക്കം ചോദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തുടക്കത്തിലെ ഈ ഹർജിയിലൊരു തീർപ്പ് തിരിച്ചടി എന്ന വണ്ണം ഈ പ്രതികൾക്ക് മേൽ ചാർത്തി വരുന്ന രീതിയിലേക്ക് കോടതിയിൽ നിന്നും നിലപാട് വരുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഗൗരവത്തോടുകൂടി നമുക്ക് ഈ ഉത്തരവിനെ, കോടതിയുടെ ഉത്തരവിനെ കാണേണ്ടി വരും കമൽ? വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവ് തന്നെയാണിത്. കാരണം ഇവിടെ കോടതി ഈ തടികൾ സർക്കാരിൻ്റേതല്ല, പ്രതികളുടേതാണ് എന്നൊരു തീരുമാനം സിവിൽ കേസിൽ ഉണ്ടാവുകയാണെങ്കിൽ മറ്റെല്ലാ കേസുകളും ദുർബലമായി പോയേനെ. നമുക്കറിയാം ഈ കേസിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ക്രിമിനൽ കേസ് സുൽത്താൻ ബത്തേരി കോടതിയുടെ പരിഗണനയിലാണ്. ഏതാണ്ട് 800-ലധികം പേജുള്ള കുറ്റപത്രം DYSP ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കേസിലെ വിചാരണ അനന്തമായി നീളുകയാണ്. നിലവിലുള്ള പ്രോസിക്യൂട്ടറെ മാറ്റി പുതിയ പ്രോസിക്യൂട്ടറെ നിയമിച്ചു
നിയമിക്കാനായി ഒരു പാനൽ അന്വേഷണ സംഘം നൽകിയിരുന്നു. അതിൽ സർക്കാർ തീരുമാനം അനന്തമായി വൈകുകയാണ്. പക്ഷേ ഈ കേസിലെ വിധി മറിച്ചൊന്നായിരുന്നെങ്കിൽ ആ കേസും നിലനിൽക്കാത്ത അവസ്ഥ വരും. കാരണം തടി സർക്കാരിൻ്റേതല്ല ആണ് എന്ന വാദം കോടതി തള്ളി. അത് പ്രതികളുടെ തടിയാണ്, അവർക്ക് വിട്ടുകൊടുക്കണമെന്നൊരു വിധി ഉണ്ടായാൽ പിന്നെ മറ്റേ പ്രധാന കേസും നിലനിൽക്കാത്തൊരവസ്ഥയുണ്ടാകും. ആ കേസിനടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിനെ സഹായിക്കുന്ന തരത്തിലുള്ള ശക്തമായ ഒരു വിധിന്യായമാണ് കൽപ്പറ്റ അഡീഷണൽ ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വനസമ്പത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം മാത്രമല്ല, പ്രതികളുടെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. തീർത്തും നിയമപരമായും മുൻ കോടതി ഉത്തരവുകൾ അനുസരിച്ചുമാണ് DFO തടികൾ കണ്ടുകെട്ടിയിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നു.